ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കമൻസിനൊക്കെ റിപ്ലൈ ഇങ്ങനെ കൊടുത്തിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടു. എന്തിനാ കുഞ്ഞ് ദൈവം തരുന്നതൊക്കെ അങ്ങ് നോക്കിയാൽ പോരെ, ആവശ്യമില്ലാതെ പൈസ കിട്ടി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തിനാണ് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഇതുകൊണ്ട് വേറെ ഒരു ഗുണം നിങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ സൗന്ദര്യത്തിന് വേണ്ടി ഇത്രയും പൈസ കളയുന്നത്? വല്ല നേരെയുള്ള പണിയും ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്കൊന്ന് ട്രിഗർ ആയതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതേ ഡൗട്ട് ഉണ്ടാവും. കുറേ ഇതുപോലത്തുള്ള വലിപ്പന്മാർ കുറേ സ്റ്റിൽ എക്സിസ്റ്റ്. അപ്പം അവർക്ക് എന്താണ് ഇതിനെപ്പറ്റി ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ പിള്ളേരുടെ മനസ്സിൽ ഇൻജെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത് കുറേ ഒരു സംശയമായിട്ട് തോന്നിയോണ്ട് എനിക്ക് അങ്ങേയറ്റം ഇതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ എന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഫുള്ള് വീഡിയോ കാണാൻ നോക്കി. ഇതേ സംശയങ്ങളുള്ള നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇരുന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കേൾക്കാൻ പറയാം. ഇതിന് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന 1, നിങ്ങൾ എന്തിനാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. 2, സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്. ഒരു ബെനിഫിറ്റ്സ് മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ. എൻ്റെ സ്കിൻ കെയർ ജേർണി എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണങ്ങൾ എല്ലാം പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്കിൻ കെയർ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ കാണുന്നതൊക്കെ എന്തായാലും നിങ്ങൾക്ക് വെർത്തായിരിക്കും. അത് ഞാൻ പറയാം. എന്തായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അറിയുന്നില്ല. അപ്പം ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കാം. ഫസ്റ്റ് തിങ്, സ്കിൻ കെയർ എന്തുവാണ്? സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സംഭവമാണ് സ്കിൻ കെയർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. അപ്പം സ്കിൻ കെയർ എന്ന് മെയിനായിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ, സ്കിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഭംഗി കൂട്ടാനോ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ ഒന്നുമല്ല സ്കിൻ കെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ആരോഗ്യം നന്നാക്കാനാണ്. അത് ഇപ്പം നിങ്ങൾക്ക് കുറേ ക്രീം വാരി തേക്കുന്നു സൗന്ദര്യത്തിന് വേണ്ടി, അല്ലാതെ പിന്നെ എന്തിനാന്നുള്ള സംഭവം. അപ്പം ഫസ്റ്റ് കാര്യം, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം സൺസ്ക്രീൻ എന്തിനാണ് തേക്കുന്നത്? ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടും കാര്യങ്ങളുമാണ്. സൺസ്ക്രീൻ തേക്കുന്നത് ടാൻ മാറാനാണ്, ടാൻ അടിക്കാതിരിക്കാനാണ്, കറുപ്പ് വരാതിരിക്കാനാണ് എന്നുള്ള സംഭവമാണ്. സൺസ്ക്രീൻ നമ്മൾ തേക്കുന്നത് നമുക്ക് ഈ ഹാംഫുള്ളായിട്ടുള്ള വെയിലിൽ നിന്നുള്ള ഹാംഫുള്ളായിട്ടുള്ള റേസ് കൊണ്ട് സണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് ക്യാൻസർ വരാതിരിക്കാനാണ്. ഈ ഹാംഫുള്ളായിട്ടുള്ള UV റേസ് നമുക്ക് അടിച്ചിട്ട് സ്കിന്നിന് ക്യാൻസർ വരുന്നു. അതുപോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. ഇത് വരാതിരിക്കാൻ നമ്മളൊരു വാക്സിൻ ചെയ്യില്ലേ, നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഒരു വാക്സിൻ അടിക്കുന്ന പോലെയാണ് നമ്മളൊരു പ്രൊട്ടക്ഷൻ ആയാണ് സ്കിന്നിനെ ഒരു ലെയർ വെച്ചിട്ട്, അതാണ് സൺസ്ക്രീൻ. മനസ്സിലായോ? അതുപോലെ ഓരോ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ദൈവം തന്നു എന്ന് പറഞ്ഞില്ലേ, ഈ ദൈവം തന്ന സാധനത്തിനെ ഒരു കേടുപാടും കൂടാതെ നമ്മൾ നോക്കണ്ടേ, വേണ്ടേ? ആ കേടുപാട് കൂടാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എത്രയും നന്നായിട്ട് അതിനെ വെക്കാം. ഒരാൾ സാധനം നമുക്ക് തന്നു, അത്രയും നന്നായിട്ട് അതിനെ സൂക്ഷിക്കാമോ, നമ്മൾ അത്രയും നന്നായിട്ട് സൂക്ഷിക്കില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾ നമ്മൾ തന്നിട്ട് അതുപോലെ അങ്ങ് ജസ്റ്റ് ഒരു മൂലയ്ക്ക് കൊണ്ട് പൊടി പോലും അടിക്കാണ്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കുമോ? ഇല്ല. അത്രയും നന്നായിട്ട് അതിനെ വളർത്തി, ഒരു ചെടി നമുക്ക് തന്നു, ആ ചെടിയിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അതിനെ വളമിട്ട് വളർത്തിയെടുത്താലല്ലേ അത്രയും നന്നാവുള്ളൂ. അതുപോലെയാണ് നമുക്ക് തന്നിട്ടുള്ള ദൈവം തന്നു എന്ന് പറയുന്ന സാധനവും നമ്മൾ അത്രയും നന്നായിട്ട് നോക്കണം. അത് നമ്മുടെ ഭംഗിയുടെ ഭാഗമല്ല, ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ആരോഗ്യത്തിന് നല്ലൊരു ശരീരത്തിന് വേണ്ടി നമ്മൾ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് നല്ല ഷേപ്പായിട്ടുള്ള ബോഡി, ഫിറ്റായിട്ടുള്ള ബോഡി. അതൊരു സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു, ഭംഗിയുള്ളതായി തോന്നിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ഹെൽത്തിൻ്റെ കെയർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം. അത് ഇത് സൗന്ദര്യത്തിന് മാത്രമായി നമ്മൾ ചെയ്യുന്ന ഒരു സാധനമല്ല. ഇതിൽ ഇത്രയും നല്ലൊരു ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് ഒരുപാട് ഇത്തിരി സൗന്ദര്യം കൂടിയതുപോലെ തോന്നലെന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമാണ് സ്കിന്നിൻ്റെ കെയർ. ഞാൻ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ മുഖം മാത്രം എങ്ങനെ വൃത്തിയാക്കാം, മുഖം മാത്രം, അത് ഞാൻ ഒരിക്കലും കാണിക്കാറില്ലല്ലോ. ഞാൻ മുഖം മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും, കൈയും കാലും ദേഹവും എല്ലാം സ്കിന്നല്ലേ. ഈ ഓരോ സ്കിന്നിലും ഉള്ള ദോഷങ്ങളും, നമ്മളിപ്പോൾ ടാനിങ് എന്ന് പറയുമ്പോൾ സ്കിൻ ഡാമേജ് ആണ്, സ്കിന്നിൻ്റെ സെൽസുകൾ ഡാമേജ് ആണ്. അപ്പം അതെങ്ങനെ റിപ്പയർ ചെയ്യാം, എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പം ഒരുപാട് പേര് കെമിക്കൽസ് എന്ന് കേൾക്കുമ്പോൾ അങ്ങ് പേടിക്കും. കെമിക്കൽ എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല കെമിക്കൽസും ഉണ്ട്, മോശം കെമിക്കൽസും ഉണ്ട്. ഹോം റെമഡീസ് എന്ന് പറയുന്നത് എല്ലാം നാച്ചുറൽ ആയിട്ടൊരു സാധനമല്ല. ഇതെല്ലാം കെമിക്കൽസാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന എയർ,
നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരല്ലേ. ഇതെല്ലാം കെമിക്കൽസ് ആണ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിനകത്തു നിന്നുള്ള, ഇപ്പോൾ തക്കാളിക്കകത്ത് സാലിസിലിക് ആസിഡ്, തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ്, ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ കെമിക്കൽസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ള കൃത്യമായിട്ടുള്ള ഫോമുലേഷനിലല്ല നമ്മളിത് അപ്ലൈ ചെയ്യുന്ന, അല്ല നമ്മൾ കഴിക്കുന്ന ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ദോഷം ചെയ്യും. എന്നാൽ പ്രോഡക്ട്സിൽ വരുന്ന ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത സംഭവങ്ങൾ കൃത്യമായിട്ടുള്ള ഫോമുലേഷനിലാണ് നമുക്ക് തരുന്നത്. നമുക്ക് ദോഷം ചെയ്യാത്ത ഫോമുലേഷനും ഉണ്ട്, അതൊന്ന് ദോഷം ചെയ്യുന്നതും ഉണ്ട്. അപ്പം ദോഷം ചെയ്യാത്ത മരുന്നുകളും ദോഷം ചെയ്യുന്ന മരുന്നുകളും ഇല്ലേ, അതിൽ നിന്ന് നമ്മൾ ദോഷം ചെയ്യാതെ നമ്മൾ നോക്കിയെടുത്ത് ഉപയോഗിക്കാന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് സ്കിന്നിൻ്റെ കെയറും. ഇത് നമ്മൾ ദോഷം ചെയ്യാതെ നല്ല നല്ല സാധനങ്ങൾ നോക്കി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ടുള്ള ബയോട്ടിക്സ് കുത്തി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്കിന്നിനെ കെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം മനസ്സിലായല്ലോ, സ്കിന്നിൻ്റെ കെയർ എന്ന് പറയുമ്പോൾ സൗന്ദര്യമല്ല, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കെയർ ആണെന്ന്. ഇനി സ്കിൻ കെയർ കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിലുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ, സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു റഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സമയം ഇപ്പം നിങ്ങൾ ഭയങ്കര കെയർലെസ് ആണ്, നിങ്ങൾ ഭയങ്കര അലമ്പായിട്ട് നടക്കുന്നു, സമാധാനമായിട്ട് ഉറങ്ങുന്നു, ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങുന്നു, കഴിക്കുന്നു, നടക്കുന്നു, എന്തും ചെയ്യുന്നു, ഒരു സാമട്ടിൽ ജീവിക്കുന്നു, ഒരു പ്രശ്നമല്ല, സുഖജീവിതം. പക്ഷേ പെട്ടെന്ന് നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ തുടരാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു മാനേജിങ് ടൈം, ഡിസിപ്ലിൻ എല്ലാം വരേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്ട്സ് മുഖത്തിടുക എന്നത് മാത്രമല്ല, നമുക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കണം, ആരോഗ്യമായിട്ടുള്ള ആഹാരം കഴിക്കണം, നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മൾ ഉറങ്ങുന്നത് നോക്കണം. കൃത്യസമയത്ത് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസ് വരില്ലേ, കൃത്യസമയത്ത് എണീറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ല, എല്ലാം നമ്മൾ നടക്കുന്ന, ഇരിക്കുന്ന, കിടക്കുന്ന എല്ലാം ഇതിനെ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളെ മെസ്സായിട്ടുള്ളൊരു ജീവിതം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്കിൻ കെയറിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായല്ലോ? ഇപ്പം മനസ്സിലായി എന്തോരം ഗുണം ഇതിനകത്തുണ്ട്. നമ്മൾ സ്കിന്ന് അല്ലെങ്കിൽ സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാം ജോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രോഡക്റ്റ് ഇട്ടു, ഒരു ക്രീം ഇട്ടു എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് നല്ല സ്കിൻ കെയർ കിട്ടില്ല. എന്നാൽ നമുക്ക് എല്ലാം ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പലർക്കും അസുഖങ്ങളുണ്ട്, ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് PCODs ഉണ്ട്, അതുപോലെ കാര്യങ്ങളുണ്ട്. ഇന്നും പറഞ്ഞ് നല്ല ആഹാരം കഴിച്ചാലും, നല്ല ഇത് നമ്മളെ നല്ല ഈ ഹെൽത്ത് നോക്കിയാലും എനിക്ക് വീണ്ടും കുരു വരും, അല്ലെന്നുണ്ടെങ്കിൽ വണ്ണം വെക്കും, വണ്ണം കുറയും. PCOD ഉള്ള പെൺപിള്ളേർക്ക് അതറിയാം. അതുപോലെ ഒരുപാട് ആമ്പിള്ളേർക്കാണെങ്കിലും ഒരുപാട് അസുഖങ്ങൾ, നമ്മൾ ഈ വരുന്ന അസുഖങ്ങൾ ഇപ്പം എല്ലാം ഒന്നും നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടോ നല്ല ഇതുകൊണ്ടോ മാറ്റാൻ പറ്റില്ല. ടൈം എടുക്കും. ടൈം എന്ന് പറയുമ്പോൾ ചിലർക്ക് വർഷങ്ങളെടുക്കാം, ചിലർക്ക് മാസങ്ങളെടുക്കാം. നമുക്ക് ഇനി സ്കിന്നിനകത്തുള്ള ഇത് ഇഷ്യൂ ആണെങ്കിൽ ഇത് മാറ്റാനും ഇത്രയും ടൈം എടുക്കും. അപ്പം നിങ്ങളെ എക്സ്ട്രീം പേഷ്യൻസ് ലെവൽ പഠിപ്പിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റും. സ്ട്രെസ്, ആൻസൈറ്റി ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സ്കിൻ കെയർ ഹെൽപ്പ് ചെയ്യും. അറിയോ? കാരണം സ്ട്രെസ് ഉള്ള അല്ലെങ്കിൽ ആൻസൈറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കുരു ഇതെല്ലാം നല്ല രീതിയിൽ കൂടും. എന്നാൽ സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പതിയെ നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്ത് തുടങ്ങും, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കെയർ ചെയ്ത് തുടങ്ങും. നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ലൈഫിനെയും അത്രയും നന്നായിട്ട് നോക്കാൻ നോക്കും. കാരണം എൻ്റെ ലൈഫ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണി ഭയങ്കര എന്താ പറയുക, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. എൻ്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്, അമ്മയ്ക്ക് ഒരു പാർലറൊക്കെയാണ്. അപ്പോൾ അമ്മ ആണ് കുഞ്ഞുനാൾ മുതൽ അമ്മ പറയുന്നൊരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് ഒരു ബേസിക് അറിവെന്ന് പറയുന്നു. അപ്പോൾ അമ്മ ചെയ്യുന്നതെല്ലാം കാണുന്നു, പഠിക്കുന്നു, അത്രയേ ഉള്ളൂ, ആ ഒരു ഇതേ ഉള്ളൂ. പിന്നീട് എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് ഞാൻ കാണുന്നു, നമ്മൾ വീഡിയോസ് കാണുന്നു, കുറേ അങ്ങനെ സെർച്ച് ചെയ്താണ് ഒരു ഇത്തിരിയെങ്കിലും ഐഡിയ വരുന്നത്. പിന്നീട് എനിക്കൊരു എന്താ പറയുക, +1 ഒക്കെ ശേഷമാണ് എനിക്കൊരു സ്കിൻ കെയർ എന്നൊരു +1 ഒക്കെ കഴിഞ്ഞു. ആ ഒരു ടൈമിലാണ് എനിക്ക് എന്തുവാ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തേക്കണം മുഖത്തെന്നുള്ള രീതിയിൽ. അതിന് മുന്നേ വരെ പൗഡർ, ലിപ് ബാം അല്ലെങ്കിൽ ടിൻറ്റഡ് ആയിട്ട് ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ഇതൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അല്ലാണ്ട് മുഖത്ത് എന്തെങ്കിലും തേക്കണം എന്നൊന്നും അറിയത്തില്ല. നമുക്ക് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയില്ല ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം പോലും നമ്മൾ പകുതി പേർക്ക് അറിയാമോ എന്നുള്ളത്. അപ്പം ആ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു സൺസ്ക്രീൻ അങ്ങനെ ഏതൊരു ബ്രാൻഡിൻ്റെ ഡോക്ടർ റേച്ചൽസ് ഞാൻ തോന്നി ഇതൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ളൊരു സാധനം. എന്തായാലും എനിക്ക് ഉപയോഗിച്ച് കാണാൻ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ, ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണല്ലോ. പിന്നീടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് നോക്കിയത്. എന്തുവാണെന്ന് അറിയണമല്ലോ, മോന്തലി വാരി തേക്കുന്നല്ലോ ഈച്ച. അപ്പം നമ്മളങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ
അന്വേഷിക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി, ഇത് എന്തുവാണെന്ന് നോക്കാൻ തുടങ്ങി. അപ്പം അധികം എനിക്കിങ്ങനെ ഓരോന്നിങ്ങനെ മേടിച്ച് അടുക്കി ഇപ്പോൾ തന്നെ ബുക്കാണെങ്കിൽ ഇങ്ങനെ അടുക്കി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും എൻ്റെ ബുക്കൊക്കെ ഇങ്ങനെ ഇരിക്കും, ഓരോ കളർ ഓർഡറിൽ അല്ലെങ്കിൽ ഹൈറ്റ് ഓർഡറിൽ ഇങ്ങനെയൊക്കെ അടുക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലാണ് ഞാൻ ഈ സ്കിൻ കെയറിൻ്റെ ഓരോ നിങ്ങൾ കാണുന്നുണ്ട് സ്കിൻ കെയറിൻ്റെ ഓരോ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ എനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം എന്ത് വേണമെങ്കിലും മേടിക്കുന്നില്ല, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തുവാണെന്നും കൂടെ നോക്കാതെ കരുതി. അങ്ങനെയാണ് പതിയെ ഒരുപാട് കാര്യങ്ങൾ പല ഡോക്ടേഴ്സിനടുത്തുനിന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചത്. പിന്നെ വർഷങ്ങളോളം ഇതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നത്. പിന്നീടാണ് ഞാൻ എൻ്റെ ലൈഫിലോട്ട് സ്കിൻ കെയറിനെ അത്രയും സീരിയസ് ആയിട്ട്, ആദ്യം തമാശയ്ക്ക് മേടിച്ച് ആഡ് ചെയ്ത് വീട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പ്രോഡക്ട്സ് എന്തിനാണ്, ഹെൽത്തിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു, ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും എൻ്റെ ലൈഫിൽ അത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളും നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ എൻ്റെ ചാനലിൻ്റെ ഏറ്റവും അടിയിൽ പോയി നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ റീൽ കാണാൻ പറ്റും. ആ ഒരു സാധനം വന്നത് ഈ ഒരു സ്കിൻ കെയർ കൊണ്ടാണ്. അതിന് മുന്നേ എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ നോർമലായിട്ട് യോഗ ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നല്ലാണ്ട് ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുള്ളൊരു കാരണം ആ ഒരു സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നു, ഒരുപാട് അംബീഷ്യസ് ആയി കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രെസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് പാനിക് അറ്റാക്സ് ഉണ്ടാകുമായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ മാനേജ് ചെയ്തത് എൻ്റെ സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. അതിന് മുന്നേ വരെ എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്കറിയില്ല, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പം തന്നെ നമ്മളൊക്കെ ഒരു വിഷമം വരും, നമ്മളൊരാളോട് പറയുന്നു ഓക്കെ മാറും, ഇങ്ങനെ നിൽക്കുന്നു ഒരു സംഭവമാണ്. എന്നാൽ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനെയും സ്കിന്നിനെയും സൂക്ഷിക്കാനുള്ളത്. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും എളുപ്പം വഴിയാണ് ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് പതിയെ ഓരോ കാര്യങ്ങളും നമ്മൾ റെസ്പോൺസിബിളായിട്ട് വന്നുകൊണ്ടിരിക്കും. വെട്ടം കുറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ അത്രയും ഉത്തരവാദിത്വം വരും, നമുക്ക് ഓരോ കാര്യങ്ങൾ പതിയെ സ്ട്രെസ്സും ഹെൽത്തൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആൻസൈറ്റിയും സ്ട്രെസ് ലെവലൊക്കെ നല്ല രീതിയിൽ കുറച്ച് കാമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു സാധനം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ലൈഫിൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുപോവുക, നല്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കരുതരുത്. ഞാനിപ്പം എന്താ പറയുക, ദൈവം തരുന്നൊരു സാധനം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു സാധനത്തിന് ഞാൻ മാറ്റാനൊന്നും പറയുന്നില്ല. ഞാൻ സർജറി ചെയ്യാൻ പറയുന്നുണ്ടോ, ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പറയുന്നുണ്ടോ, ഇല്ല. ഞാൻ വെളുപ്പിക്കാം എന്ന് ഞാൻ ഏതെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലെങ്കിലും ഞാനൊരു വൈറ്റനിങ് ക്രീമോ വെളുപ്പിക്കാനോ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ കളറുണ്ട്, ഓരോ നിറത്തിലാണ്, എല്ലാ മനുഷ്യരും ഡിഫറെൻ്റ് ആണ്. ഓരോ ശരീരമാണ്, ഓരോ രൂപമാണ്, ഓരോ മുടിയാണ്. ഇതൊന്നും മാറ്റാൻ ഞാൻ പറയുന്നില്ല. അതിനെ എങ്ങനെ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാം അതിനുള്ള രീതികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇല്ലേ, നീ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, എന്നെ വെളുപ്പിക്കാൻ എന്ന് പറഞ്ഞൊരു, അത് വെളുപ്പിക്കാൻ പറഞ്ഞൊരു. ഞാൻ അതിനൊരു നല്ല എതിരാണ്. ഒരിക്കലും ഒരു മനുഷ്യനെ വെളുപ്പിക്കാൻ വെളുപ്പിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഗ്ലൂട്ടാതയോൺ IVs ഒക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിങ് തരും എന്നല്ലാണ്ട് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന കാലാവധിയിൽ വരെ ഉള്ളൂ. അല്ല, നമുക്ക് ഒരു കാര്യം കൊണ്ടും നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോണിനെ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ജനിച്ച നിറത്തിനെ മാറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്രയും ദോഷം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യത്തിന് അത്രയും നശിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ആ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കുള്ള സ്കിന്നിനെ എത്ര നന്നായിട്ട് നോക്കാം, ക്ലിയർ ആക്കി വെക്കാം. ക്ലിയർ സ്കിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്കിൻ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നത് ഭംഗിയല്ല, നല്ല ഹെൽത്തിൻ്റെ സൂചകമാണ്. അപ്പോൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണങ്ങളേ ഉള്ളൂ. ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാവും. നല്ലൊരു ലൈഫ് കിട്ടും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് തന്നെ. അതിനുള്ള
എന്ത് അഡ്വൈസസ് ആണെങ്കിലും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഫുൾ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ ഞാൻ പറഞ്ഞിരുന്നുണ്ട് എങ്ങനെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇത്രയും റെസ്പോൺസിബിലിറ്റിയും ഇത്രയും ടൈമും നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അത്രയും അതിന് തയ്യാറായിരിക്കണം, ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിന് നിങ്ങൾ തയ്യാറായിരിക്കണം. ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ മനസ്സിൽ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ട് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇപ്പോഴും നിങ്ങൾ ആ പഴയ ഇതിൽ നിൽക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടി സെൽഫ് ലവ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് സ്കിൻ കെയറിലൂടെ വേണം നിങ്ങൾ ആദ്യം കാണിക്കാൻ വേണ്ടി. നിങ്ങളുടെ സ്വന്തമായിട്ട് സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് എൻകറേജ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദ ബെസ്റ്റ് വേ ടു ഡു ദാറ്റ്. ഫസ്റ്റ് തിങ് നിങ്ങളുടെ ആരോഗ്യത്തിനെയും നിങ്ങളുടെ എല്ലാത്തിനെയും നോക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം. അതിനെ സൗന്ദര്യമായിട്ട് റിലേറ്റ് ചെയ്യാനോ നമ്മുടെ ഉള്ള ഇതിനെ മാറ്റാനോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. പിന്നീട് ഇനി നിങ്ങൾക്ക് സ്കിൻ കെയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കമൻസിലിടുന്ന കമൻസ് കുറേ പേര് നിൽക്കുന്ന കമൻസ് കാണുന്നില്ല, റിപ്ലൈ തരുന്നില്ലല്ലോ എന്നുള്ളത്. എനിക്ക് ഒരുപാട് ഞാൻ ഡെയിലി 4 വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഈ 4 വീഡിയോസിനകത്തും വരുന്ന കമൻസ് എല്ലാം എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഞാൻ കാണുന്നതിനൊക്കെ നല്ല രീതിയിൽ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും ഡൗട്ട് അത്രയും കോമൺ ആയിട്ട് ഇപ്പം മുഖത്തെ കുരു, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഇതുപോലത്തെ മിക്ക എല്ലാ ഡൗട്ടുകളെയും കുറിച്ചിട്ടുള്ളതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. മിക്കതല്ല ഫുൾ ലെങ്ത് വീഡിയോ തന്നെ ഉണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ടുള്ള വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിനെ റിവ്യൂ ആണെങ്കിലും ഉള്ള ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയുള്ള പ്രോഡക്റ്റുകളാണെങ്കിലും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല പുതിയ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്മൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത് ആരും. ഞാൻ പറ്റുന്നതിനൊക്കെ നല്ല രീതിയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നല്ല രീതിയിൽ നോക്കുക. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു, നിങ്ങളൊരു പ്രോഡക്റ്റ് കണ്ടു, അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതി പിള്ളേർ കളിക്കും അതാണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. നമ്മൾ ഓരോ കാര്യങ്ങളും അത്രയും കീനായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ സ്കിന്നാണ്, സൂക്ഷിക്കേണ്ട കാര്യവും നമ്മുടെയാണ്. അതുകൊണ്ട് അവിടെ ചാടിയെല്ലാം മേടിച്ച് തേക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് വേണ്ട സാധനങ്ങൾ വളരെ കുറച്ചാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 കണക്കിന് പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വെറും 3 സാധനങ്ങൾ മതി. ഒരു മോയ്സ്ചറൈസറും, ഒരു ക്ലെൻസറും, ഒരു സൺസ്ക്രീനും. ഇത്രയും മാത്രം മതി. മനസ്സിലായി? ഇതിന് തന്നെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അതിന് അതുപോലെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾക്ക് 5, 6, 7 മാസങ്ങളെടുക്കാം, വർഷങ്ങളെടുക്കാം ഒരു മാറ്റം വരാം. അതുകൊണ്ട് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത്രയും ടൈം എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതുകൊണ്ട് വെറുതെ എന്താ പറയുക, ഒരാഴ്ച ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. എന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ ഇതിന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാം, ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ലൈഫിന്. ഒരു സ്കിൻ കെയറിൻ്റെ ഓരോ റൊട്ടീനും നമ്മൾ എഴുതി വെക്കുക. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത് കഴിഞ്ഞോ, ഇതെല്ലാം എഴുതി വെക്കാൻ ആണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും ലൈഫിൽ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചാൽ തന്നെ ഞാൻ അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ഒരു മനുഷ്യന് തുടങ്ങാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫുൾ ലെങ്ത് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? സ്വന്തം ജീവിതത്തിന് വേണ്ടി അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം മാറ്റം ഉണ്ടാവും. എനിക്ക് എല്ലാവർക്കും നല്ലത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. സോ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.